സച്ചി പറഞ്ഞാൽ മതി, ഞാൻ എറണാകുളത്തേക്ക് വന്നോളാം. ആ സമയം ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ സച്ചി പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ വന്ന് എന്നെ കാണണ്ട, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരും. നിങ്ങളൊരു റൈറ്ററാണ്, ഞാൻ എൻ്റെ റൈറ്ററെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ഈ നിറവും ഗന്ധവും എന്നൊക്കെ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നൊരു സാധനം, ചന്ദനത്തിന് നിറം മഞ്ഞയാണ്, മറ്റ് പല അവശിഷ്ടങ്ങളുടെയും നിറം മഞ്ഞയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഫിലോസഫിയുടെ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. രാജുവിനെ സംബന്ധിച്ചിടത്തോളം രാജു പറഞ്ഞൊരു വാചകം പിന്നീട് ജയൻ റീപ്രൊഡ്യൂസ്. ജയൻ പറഞ്ഞു, സച്ചിയല്ലേ പോയുള്ളൂ, ജയ ഞാൻ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുന്നൊരു വലിയ കരുതൽ അവിടെ രാജു ജയന് കൊടുത്തു. കൗമുദി മൂവീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റാണ്. വിലായത് ബുദ്ധ എന്ന സിനിമയുടെ എല്ലാമായ ആ കഥയ്ക്ക് ജീവൻ നൽകിയ GR ഇന്ദുഗോപൻ. നമസ്കാരം. നമസ്കാരം. വിലായത് ബുദ്ധ എന്ന് പറഞ്ഞ ആ പേര് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണ്. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ എല്ലാവരും ഒക്കെ സെർച്ച് ചെയ്ത് വരികയാണ് എന്താണ് ഈ വിലായത് ബുദ്ധ എന്ന്. ഈ വിലായത് ബുദ്ധ എന്ന് പറയുന്ന ആ പേരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വിലായത് ബുദ്ധയുടെ സെൻട്രൽ ത്രെഡ് എൻ്റെ സഹ തിരക്കഥാകൃത്തായ രാജേഷ് പിന്നാടനാണ് എൻ്റെ അടുത്ത് തരുന്നത്. അപ്പം ഡബിൾ മോഹനൻ എന്ന് പറഞ്ഞിങ്ങനൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ളൊരു ദ്വന്ദ്വം, അതെങ്ങനെ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാനതിനെ ഈ സിനിമയിലേക്ക് വരുന്നത്. എന്നോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന N ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ മോഹനൻ തേടി വരുന്ന, ഭാസ്കരൻ മാഷിൽ നിന്നും തട്ടിയെടുക്കാനായി തേടി വരുന്ന, സ്വന്തം ഗുരുവാണ്, തേടി വരുന്ന ആ ചന്ദനമരം ഒരു വിലായത് ബുദ്ധ ആയിരിക്കണം എന്നെ അടുത്ത് പറയുന്നത് ഈ എൻ്റെ സഹപ്രവർത്തകനാണ്. വിലായത് ബുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിലാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ബിലാത്തി എന്ന് പറഞ്ഞാൽ ഫോറിൻ എന്നൊക്കെയുള്ള അർത്ഥമില്ല. അപ്പം കടൽ കടത്തിക്കൊണ്ട് പോയി ബുദ്ധനെ തീർക്കാനായിട്ടുള്ള ശില്പഭദ്രമായ ഒരു തടിയാണ് ഈ വിലായത് ബുദ്ധ മരം. ചന്ദനം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് ഒരു ചരിവ്, അതിൻ്റെ ഒരു ഇതാണ്. അപ്പം അത് ചരിവില്ലാതെ അവൻ നെടുനീളത്തിൽ കൃത്യമായി ഇത്ര ഭാഗം വെച്ച് കൊത്തി എടുത്ത് ബുദ്ധൻ്റെ കണ്ണിൻ്റെ ആ ഒരു സമാധാനമൊക്കെ കൃത്യമായി കൊത്തിയെടുക്കാൻ പറ്റുന്ന മരങ്ങളിലെ ഒരു ദേവവൃക്ഷം എന്നൊക്കെ ഭയങ്കരമായി പറയാവുന്നതാണ് വിലായത് ബുദ്ധ. അത്രയും, പ്രത്യേകിച്ച് നമ്മുടെ മറയൂർ ഭാഗത്തു നിന്നുള്ള ചന്ദനത്തിന് ഈ വിലായത് ബുദ്ധയാണെങ്കിൽ ഷാങ്ഹായിലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ടോക്കിയോ അവിടെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, ബുദ്ധിസ്റ്റ് കൾച്ചറുള്ള സ്ഥലങ്ങളിൽ അതിനൊക്കെ മോഹവിലയാണ്. അപ്പം ഈ അധ്യാപകൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിലായത് ബുദ്ധ ആണ് എന്നുള്ളത് എൻ്റെ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാമ്പത്തിക വാല്യൂ എന്ന് പറയുന്നത് ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർക്ക് നല്ലതായിട്ട് അറിയാം. അയാൾ അത് വെച്ച് അയാളുടേതായ അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു വലിയ കാര്യത്തിലാണ് അയാൾ പുറകെ. അപ്പോൾ അയാൾ ഇതൊക്കെ എന്തായാലും ഇത് വേണം, വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗുരു. അതാണ് അതിൻ്റെ ഒരു യുദ്ധം. അത് മാത്രമല്ല, ഈ വിലായത് ബുദ്ധ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ വളരെ അന്തർലീനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് രണ്ട് സ്ഥലങ്ങളിലേക്ക്, നല്ല രണ്ട് വിഭാഗങ്ങളിലേക്ക്, ഒന്ന് ഗന്ധം, നിറം, ഇതിനെ എല്ലാത്തിനെയും സമന്വയിപ്പിക്കുക. ഞാൻ ആ കഥയിലേക്ക് കൂടുതൽ വരുന്നില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളെയും, നിറവും ഗന്ധവും ഒക്കെ ഒരു കൂട്ടി യോജിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഏതൊരു കഥ നമ്മൾ എഴുതുമ്പോഴും അതിൻ്റെ അകത്തുള്ളൊരു മനുഷ്യൻ്റെ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഫിലോസഫി അതിൽ കൂടെ കടന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഇപ്പം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഒരു ചിത്രണമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലും, ഇപ്പം അതിൻ്റെ വളരെ ഒരു ജനപ്രിയമായ എലിമെൻസിനാണ് മുൻതൂക്കം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ അന്തർലീനമായിട്ട് ഒരു ഫിലോസഫി ഒഴുകണം എന്നൊക്കെ ഉള്ളൊരു ധാരണ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബുദ്ധൻ എന്ന് പറയുന്നത്, ബുദ്ധൻ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ടാണ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇന്നത്തുള്ള കാലത്ത് ഏത് വലിയ മഹാനാവായി മാറാൻ വേണ്ടിയാണ് ഇറങ്ങിപ്പോകുന്നെന്നുണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയും അതിൻ്റെ ഒരു കുഞ്ഞോ, അവർക്ക് കൃത്യമായി ഒരു ചോദ്യമുണ്ട്. അവരെന്തുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ബുദ്ധൻ വിസ്മരിച്ചിട്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ
സാധാരണ ഒരു മനുഷ്യൻ, ഒരു കൊള്ളക്കാരനായ മനുഷ്യൻ ഒരു ബുദ്ധനായി ഉയർന്നു വരുന്നു എന്നുള്ളത് കണ്ടിട്ട് എനിക്കൊരു സാധാരണ മനുഷ്യനെയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് സാധാരണ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊരു വേൾഡിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ നിറവും ഗന്ധവും എന്നൊക്കെ പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നൊരു സാധനം, ചന്ദനത്തിന് നിറം മഞ്ഞയാണ്, മറ്റ് പല അവശിഷ്ടങ്ങളുടെയും നിറം മഞ്ഞയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു ഫിലോസഫിയുടെ ഒരു കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെയും സഞ്ചരിക്കാവുന്നൊരു വഴി ഇതിൽ തെളിച്ചിട്ടിട്ടുണ്ട്. അത് ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അത് കുറച്ച് അറിയാൻ പറ്റും. തീർച്ചയായും. മറ്റൊന്ന് സംവിധായകനിലേക്ക് എത്തുമ്പോൾ ഒരു പുതുമുഖ സംവിധായകനാണ്, പക്ഷേ ഒരുപാട് അനുഭവ സമ്പത്തുള്ള സംവിധായകൻ കൂടിയാണ് ജയൻ നമ്പ്യാർ. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ജയൻ നമ്പ്യാരെ കാണുന്നത്? എങ്ങനെയാണ് ജയനൻ്റെ ഒരു വളരെ വിസ്മയകരമായ കാര്യം വെച്ചാൽ ജയൻ ഒരു വലിയ ടെക്നീഷ്യനാണ്. സ്വന്തം ഡയറക്ടോറിയൽ ടീംസിനെയും സ്വന്തം ടീമുകളെയൊക്കെ വലിയ രീതിയിലേക്ക് വലിയ കാഴ്ചകൾ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ആംബിയർ ഉള്ളൊരു ഭയങ്കര സംവിധായകനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് കൃത്യമായി മനസ്സിലാവുമെന്നുള്ളത്. വലിയൊരു സംസ്കൃതിയെയും വലിയൊരു ലോകത്തിനെയും അതിൻ്റെ ഒരു സമന്വയം ജയൻ ഇതിൻ്റെ അകത്ത് നമ്മളീ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മേൽ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല 4 വർഷത്തോളം ജയൻ്റെ ഒരു അർപ്പണമാണ് സത്യത്തിൽ ഈ സിനിമ എന്ന് പറയുന്നത്. ജയൻ നമ്പ്യാരുടെ ഒരു അർപ്പണമാണ് ഈ സിനിമ. ഇപ്പോൾ ഇടക്കാലത്ത് പൃഥ്വിരാജിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, 18 മാസം പുള്ളിക്ക് ഫൈറ്റ് ചെയ്യരുതെന്ന് പുള്ളിയെടുത്ത് പറയുന്നു. അത്ര നേരം പുള്ളി കാത്തിരിക്കുമ്പോഴും പുള്ളി വീണ്ടും ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വേറൊരു ജോലിക്കും കാര്യമായി പോകാൻ പറ്റാതെ 4 വർഷത്തെ ഒരാളിൻ്റെ ഒരു ഡെഡിക്കേഷൻ കൂടിയാണിത്. ജയൻ നമ്പ്യാർ എന്നുള്ള അല്ലെങ്കിൽ ആ സംവിധായകനെ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു GR ഇന്ദുഭവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ സച്ചി എന്ന സംവിധായകനുമായി വളരെ അടുത്ത ആത്മബന്ധമുള്ള ഒരാളാണ്. സച്ചിയുടെ വിയോഗം എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു വിയോഗം മലയാള സിനിമയ്ക്ക് കൂടി ഒരു തീരാനഷ്ടമായിട്ട് കരുതുന്നില്ലേ? അല്ല, അതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അതിൽ തർക്കം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം വെച്ചാൽ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റു പല ആലോചനകളിൽ ഇരിക്കുമ്പോൾ ഈ കഥ അദ്ദേഹത്തിൻ്റെ കയ്യിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വരുന്നതിന് മുമ്പ് കയ്യിൽ കിട്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിന് മിനിറ്റുകൾ കൊണ്ടൊരു പ്രോജക്റ്റ് ആക്കുകയാണ്. രാജുവിനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം പ്രോജക്റ്റ് ആക്കിയിട്ടാണ് പുള്ളി എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് ഇതിങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. അങ്ങനെ അതിൻ്റെ യാത്ര തുടങ്ങുകയാണ്. അതിൻ്റെ യാത്ര തുടങ്ങി സിനിമ അതിനെ സംബന്ധിച്ചുള്ള കുറിപ്പുകൾ എടുക്കുന്നു. എന്നെ കാണാനായി ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരാമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചിയുടെ വിയോഗം. അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അടുത്ത ഈ പ്രോജക്റ്റ് എങ്ങോട്ടാണെന്ന് പെട്ടെന്ന് ചിന്തിക്കുന്ന ഘട്ടത്തിലല്ലല്ലോ. സച്ചിയുടെ ഒരു വിയോഗം ഇങ്ങനൊരു വലിയ ഇതായിട്ട് വരുന്നു. പിന്നീട് രണ്ടാമത് അതിനൊരു അനക്കം വയ്ക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ നിങ്ങളുടെ കൗമുദി ഫാമിലിക്ക് അതിൽ വലിയ ഒരു പങ്കുണ്ട്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കവടിയാറിൽ എൻ്റെ ഒരു വർക്ക് ഷെയറിങ് പ്ലേസിൽ ഇരുന്നിട്ട് കൗമുദിയുടെ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിൻ എന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സച്ചിയുടെ അവസാന ഇൻ്റർവ്യൂ അച്ചടിച്ച് വരിക. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ അസോസിയേറ്റായ ജയൻ നമ്പ്യാർക്ക് വേണ്ടിയും ഒരു സിനിമ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു വാചകത്തിലാണ് സത്യത്തിൽ ജയൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിൻ്റെ പേര് എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരാൾക്കൂടെ ഒരു വലിയ നഷ്ടം വന്നല്ലോ. ഇപ്പം വിലായത് ബുദ്ധ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാലത്തോ ആരെങ്കിലും ചിലപ്പോൾ സിനിമയാക്കാനോ ഒക്കെ വന്നെന്നിരിക്കും. പക്ഷെ ജയനെ സംബന്ധിച്ച് അതൊരു ജയൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളെന്നുള്ളൊരു ഡബിൾ ഷോക്കാണ്. സ്വന്തം സിനിമയ്ക്ക് സച്ചി എഴുതുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ഷോക്കും കൂടെ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഞാനത് എഴുതി കഴിഞ്ഞാൽ അത് എത്രമാത്രം റീപ്ലേസ്ഡ് ആവുമെന്ന് അറിയത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു സാന്ത്വനം എന്നുള്ള രീതിയിൽ ഒരു വലിയൊരു കാര്യം ജയനിലേക്ക് പോകേണ്ടതാണ്. അതിൻ്റെ ഒരു നിയതി എന്നുള്ളത് അങ്ങനെയൊന്നും ആ സമയത്ത് ആലോചിച്ചില്ല. ജയനാണല്ലോ, ജയനുടെ നഷ്ടം വലിയതായിരുന്നല്ലോ, നമ്മൾക്കുള്ളതിനൊക്കെ എത്രയോ ഇരട്ടിയാണെന്നുള്ളത് ആണ് പെട്ടെന്ന് തോന്നി. ഞാൻ അപ്പം തന്നെ
സച്ചിയുടെ വൈഫ് സിജിയെ വിളിച്ചു. സിജിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സിജി, ഇത് ജയനെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ അതിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിജി അപ്പം തന്നെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഇപ്പം തന്നെ ഞാൻ രാജുവിനെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോൾ രാജുവിനെ സംബന്ധിച്ചിടത്തോളം രാജു പറഞ്ഞൊരു വാചകം പിന്നീട് ജയൻ റീപ്രൊഡ്യൂസ് ചെയ്തു. ജയൻ പറഞ്ഞു, ഞാനല്ലേ പോയുള്ളൂ, അല്ല സച്ചിയല്ലേ പോയുള്ളൂ, ജയ ഞാൻ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയുന്നൊരു വലിയ കരുതൽ അവിടെ രാജു ജയന് കൊടുത്തു. ആ സമയം തന്നെ അത് പ്രോജക്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പം നേരത്തെ സന്ദീപ് സേനനെ കൊണ്ട് സന്ദീപ് ആയിരിക്കും ഇത് ചെയ്യുന്നതെന്ന് സച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ വാക്കിൻ്റെ വിലയിൽ തന്നെ മുമ്പോട്ട് പോകണം എല്ലാവരും. സച്ചി എന്താണ് പറഞ്ഞത് അതിൻ്റെ കാഴ്ചയിൽ തന്നെ പ്രാഥമികമായ കാഴ്ചകളിൽ, അല്ലാതെ ഇപ്പം സച്ചിയുടെ കാഴ്ചകളിലേക്ക് ജയന് വന്നിരുന്നിട്ട് ചെയ്യാൻ സാധ്യമല്ല. ജയൻ്റേതായ വേറൊരാളാണ്, ജയൻ്റേതായ ഒരു കാഴ്ചകൾ വേറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സന്ദീപ് തന്നെ ഇത് ഷോൾഡർ ചെയ്യുന്നു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ. രാജു വരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു വൈകാരിക തലത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊരു കാരണമായത് സത്യത്തിൽ കൗമുദിയുടെ അതിൻ്റെ ആ ഒരു നിയോഗത്തിൻ്റെ ഇതിൽ വന്ന് നിന്നത് കൗമുദിയുടെ അക്ഷരങ്ങളായിരുന്നു. മറ്റൊന്ന്, ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നതിനുപരിയായി ഇപ്പോൾ വിലായത് ബുദ്ധ എന്ന് പറയുന്ന നമുക്ക് ആ ഒരു എഴുത്ത് വായിക്കുമ്പോൾ, നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഡബിൾ മോഹനൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് നായക കഥാപാത്രത്തിലേക്ക് എത്തുന്നതെങ്കിലും ഭാസ്കരൻ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം അതെനിക്കൊന്ന് ഷമി തിലകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു അത് സ്ക്രീനിലേക്ക് എത്തിയപ്പോൾ എത്രത്തോളം ഒരു ആത്മനിർവൃതി? അല്ല, ശ്രീ ഷമി തിലകനെ കുറിച്ച് നമ്മളാരും ഈ പ്രൊമോഷനുകളെ കുറിച്ചും ഈ സാധനങ്ങളിലും ഒന്നും ഇത് ചെയ്തില്ല. അദ്ദേഹത്തിന് അത്തരം പ്രൊമോഷനുകളിലൊക്കെ വരുന്നതിൽ പിന്നെ അത്രയും തൽപരനായ ഒരാളുമല്ല. അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ച് പോയിരിക്കുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതൊരു ഉറപ്പുള്ള കാര്യം, ആ പെർഫോമൻസിൻ്റെ മേലിലാണ് ഈ സിനിമ നിൽക്കുന്നത്. ഭാസ്കരൻ മാസ്റ്ററുടെ ജീവിതത്തിൻ്റെ മേലെയാണ്, പിന്നെ ജീവിതത്തിലേക്കാണ് ഡബിൾ മോഹനൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകത കൊണ്ടാണ് നായകനാവുന്നത്. പക്ഷേ കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് ഉള്ള ഇടപെടലാണ് ഡബിൾ മോഹൻ്റെ ജീവിതം. അപ്പോൾ ആ പെർഫോമൻസിൽ എന്തെങ്കിലും ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ കഥ, അതിൻ്റെ ചിത്രീകരണം, അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇല്ല. അത് നമുക്ക് സ്ക്രീനിൽ കാണാം. അത് ആരെ സംബന്ധിച്ചും അതിൻ്റെ അകത്തൊരു അഭിപ്രായ വ്യത്യാസമോ ഇല്ലാത്ത ഒരു കാര്യമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളിലൂടെ അത് ജയന് വേണ്ടത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത് അതിന് ജയൻ വലിയ തൃപ്തനാണ്. അദ്ദേഹം പ്രതീക്ഷിച്ചതിൻ്റെ ഒരു പടിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോയി എന്നാണ് ജയൻ പറഞ്ഞത്. ആ രീതിയിൽ തന്നെയാണ് അത് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരുപാട് പെയിനുകളും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആ കഥ വായിച്ചിട്ടുള്ളവർക്കറിയാം, അദ്ദേഹം ഈ കഥാപാത്രം കടന്നുപോയ ഒരവസ്ഥ എന്ന് പറയുന്നത്, അത് ചിത്രീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. തീർച്ചയായും. മറ്റൊന്ന്, ഈ 4-5 ചെറുപ്പക്കാർ, ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടി ഇഷ്ടത്തോടു കൂടിയൊക്കെ വായിച്ചൊരു കഥ കൂടിയാണ് അത്. ഈ 4-5 ചെറുപ്പക്കാർ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയായപ്പോൾ ഒരു മാറ്റം എനിക്കതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ഈ ഒരു എഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ക്രൈം എലമെൻ്റാണ്. ഞാനും പലപ്പോഴും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു എഴുത്ത് വായിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ക്രൈം എലമെൻ്റ് നിന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ അതൊരു ഫാമിലി ഓറിയൻറ്റഡ് കൂടിയാവുന്നു. അത് അങ്ങനെ ആക്കിയെടുത്തതാണോ, അല്ലെ അങ്ങനെ വേണമെന്ന് പറഞ്ഞതാണോ? നമ്മളിപ്പം ഒരു കഥ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ നമ്മളതൊരു, ഞാൻ എഴുതുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന സിനിമകളുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നുവെച്ചാൽ ഞാൻ കഥ സിനിമയിൽ അങ്ങനെ കഥ പുറത്തു പോകരുത് എന്നുള്ള, എൻ്റെ കഥകളെല്ലാവർക്കും അറിയാവുന്ന, പുസ്തകം വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടാണ് പിന്നീട് അത് സിനിമയാക്കാനായി ആരെങ്കിലും വന്ന് ചോദിക്കും. നമുക്ക് ഉള്ളത് നല്ല ആൾക്കാരെ വെച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രീകരണത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ളൊരു വലിയ കാഴ്ച ഉണ്ടാക്കാനായുള്ള ശ്രമം
ഉണ്ടാവും, വലിയ ടീംസ് വരും. നമുക്കൊരു കൈത്താങ്ങായിട്ട് വലിയ പ്രതിഭാശാലികളായ ആൾക്കാർ നമുക്ക് വരും. ഈ നമ്മുടെ കണ്ടൻറ്റിൻ്റെ മേൽ അവർ ഇരുന്ന് അവരുടെ ഒരു ധ്യാനം ഉണ്ടല്ലോ. മ്യൂസിക് ആണെങ്കിൽ ശരി, നമുക്ക് പിന്നെ സംവിധായകൻ്റെ കാഴ്ചകൾ, എഡിറ്റർ വരും, എങ്ങനെയൊക്കെയാണ് ഈ കാഴ്ചയെ കുറച്ചും കൂടെ ക്രമപ്പെടുത്തുക എന്നത്. അങ്ങനെയൊക്കെ ഒരു വലിയ സഞ്ചാരം വരുമ്പോഴത്തേക്കാണ് ഈ പ്രതലം, ഭൂമികയൊക്കെ നമ്മുടെ കാഴ്ചയിൽ വരിക, മറ്റേ ഭാവന എന്നുള്ളതിന് കാഴ്ചയിലേക്ക് വരിക. അത് രണ്ട് പക്ഷമുണ്ട്. ഭാവനയിൽ ഞാൻ കണ്ടത് ഇതിനെ വൈപുല്യമായിരുന്നു എന്ന് ഒരു വായനക്കാരൻ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ശരിയാണ്. മറ്റത് സംവിധായകൻ ഉണ്ടാക്കിത്തരുന്ന, ഈ പുസ്തകത്തിൽ നിന്ന് സംവിധായകൻ ഉണ്ടാക്കിത്തരുന്ന ഒരു വലിയ പ്രതലമാണ്. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയാണ്, നമ്മുടെ കണ്ടൻറ്റിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ കലാകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനിക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള കലാകാരന്മാരെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ബഹുമാനിക്കണം. തീർച്ചയായും. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, ഇപ്പോൾ വാരണാസി എന്ന് പറയുന്ന സിനിമയിൽ കുംഭ എന്ന് പറയുന്ന വ്യത്യസ്തമായ കഥാപാത്രം, വിലായത് ബുദ്ധയിലേക്ക് എത്തുമ്പോൾ മറ്റൊരു വ്യത്യസ്തമായ കഥാപാത്രം ഡബിൾ മോഹൻ എന്ന് പറയുന്ന, കാപ്പ സിനിമയിൽ ഒരു കഥാപാത്രമായെത്തിയപ്പോൾ എല്ലാം അടുത്ത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാറ്റം, ഒരു ചേഞ്ച് ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എങ്ങനെയാണ് പൃഥ്വിരാജിനെ? ആക്ടർ, വ്യക്തി എന്നുള്ളതിനെല്ലാം ഇതെല്ലാം കൂടെ ചേർന്നതാണല്ലോ ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ, പുള്ളിയെ നമ്മൾ ഒരു കാര്യം ബോധ്യപ്പെടുത്താനായി നമ്മളെ വിഷമിപ്പിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് നമ്മളെന്താണ് ഉദ്ദേശിച്ചതെന്നും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെന്താണ് ഈ കഥ അല്ലെങ്കിൽ ഈ കണ്ടൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും അവിടെ തൻ്റെ പ്രസൻസ് എന്തായിരിക്കണമെന്നുള്ളതും ഒറ്റ റീഡിങ്ങിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. വിലായത് ബുദ്ധയുടെ തിരക്കഥ ഞാനിരുന്ന് വായിച്ചു കൊടുക്കുകയോ ഒന്നുമേ ചെയ്തില്ല. തിരക്കഥ മെയിലിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന് വായിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറിയാം ഇതിൽ അഭിനയിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ശരിയായോ ഇതായോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരിതാണ്. അതിലാവശ്യമില്ലാത്ത കൈകടത്തലുകൾ നടത്തി സ്വന്തം കഥാപാത്രത്തിന് മികവ് കൂടണമെന്നോ മറ്റു താരങ്ങളുടെ പെർഫോമൻസിൻ്റെ മേലെ ആയിരിക്കണമെന്നോ തൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്നോ, അല്ലെങ്കിൽ ആ സീനിൻ്റെ അകത്ത് അതിൻ്റെ പിന്നെ ചിലയിടത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ സത്ത എന്നിലൂടെ ആയിരിക്കണം ഇത് ചെയ്യണമെന്നോ എന്നുള്ള ഒരു തരത്തിലുള്ള ഇതും ഇല്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഒരു റൈറ്റേഴ്സ് മെറ്റീരിയലാണ്. ഞാൻ അതിൻ്റെ അകത്ത് ആ റൈറ്റർ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കഥാപാത്രം എന്തെന്നുള്ളത്, കഥ എന്താന്നുള്ള കഥയുടെ ഒപ്പം നിൽക്കാനായി പരിശ്രമിക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. വെച്ചാൽ റൈറ്ററുടെ കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകൻ്റെ കാഴ്ച, അവരെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു നടൻ തൻ്റെ പാർട്ട് അതിൻ്റെ ആക്ടറുടേതാണ്. അത് പരമാവധി നന്നാക്കിയതിനൊപ്പം, അതല്ലാതെ എൻ്റെ ഷോൾഡറിലാണ്, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലൂടെയാണ് ഈ കഥ അതിനെ മുമ്പോട്ട് പോകുന്നത്. ഒരു പ്രോജക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്നത് അതിൻ്റെ കേന്ദ്ര കഥാപാത്രം രാജുവാണ്. രാജു എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളതാണ് ഫാൻസ് എന്നൊക്കെ പറയുന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സംഗതികളൊന്നും പുള്ളിക്ക് ഈ കഥ കൺസീവ് ചെയ്യുന്ന സമയങ്ങളിലോ ഇതിലോ ഒന്നും എന്നെ മുഴപ്പിച്ച് കാണിക്കുക എന്ന് പറയുന്നൊരു ശീലം ഈ രണ്ട് സിനിമകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അത് എൻ്റെ കംഫർട്ട് സത്യത്തിൽ അതാണ് അതിൻ്റെ അകത്ത് പൃഥ്വിരാജ് എവിടെ ഇത് എന്നുള്ളൊരു ചിന്ത ഒരു ആക്ടർക്ക് ഉണ്ടാവരുതെന്നും ഉണ്ടാവേണ്ടതില്ലെന്നുള്ളതും, അല്ല ലൈഫാണ് വേണ്ടത് എന്നുള്ളതിൽ ഒരു വലിയ പിന്തുണ തരുന്ന ഇത്തരത്തിലുള്ള ആക്ടേഴ്സ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ സിനിമകൾ, മലയാള സിനിമയിലെ സിനിമകൾ കൂടുതൽ കഥാപരമായ പരിസരത്ത് കൂടുതൽ വ്യക്തത വരുന്നതും അത് നമ്മളെ മറ്റ് ഇന്ത്യൻ ഭാഷാ സിനിമകളിലേക്കാൾ പല സമയങ്ങളിലും ഒരു മേൽക്കൈ നേടുന്നതും അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇപ്പോൾ പൃഥ്വിരാജ് ഒരു റൈറ്റേഴ്സ് മെറ്റീരിയലാണ് എപ്പോഴും. അദ്ദേഹത്തിലൊരു ക്യാരക്ടർ നമുക്ക് ബിൽഡ് ചെയ്ത് അതിനൊരു വലിയ ടച്ചുണ്ട്. അത് വലിയ വ്യത്യസ്തമായൊരു കാഴ്ച നമുക്ക് അവതരിപ്പിച്ചാലും അദ്ദേഹത്തിന് കൺസീവ് ചെയ്യാനുള്ള ആ ഒരു ഉൾക്കാമ്പ്
വളരെ ഇതുണ്ട് എനിക്ക് തോന്നുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജനറ്റിക്കലി അദ്ദേഹത്തിനൊരു എഴുത്തുകാരുടെ ഫാമിലിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളും എന്നുള്ള നിലയിലും ഭാഷ ഭാഷയെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ അതിന് നല്ല സ്ട്രോങ് ആണ്. പെട്ടെന്ന് തന്നെ ഈ അക്ഷരം റിസീവ് ചെയ്ത് അതിനെ ഉള്ളിൽ തന്നെ മെറ്റീരിയലൈസ് ചെയ്ത് കാഴ്ചയാക്കി കാണാനുള്ള ഒരു കപ്പാസിറ്റി നല്ലതായിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ പേര് സച്ചി എന്നുള്ളതാണ്. സച്ചിയുമായി വളരെയധികം ആത്മബന്ധമുണ്ട്, അടുത്ത ഒരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ടുണ്ടായിരുന്ന ഒരു ഓർമ്മകളെക്കുറിച്ച് പറയാൻ എന്താണുള്ളത്? ഇല്ല, അങ്ങനെ എനിക്കത് പറയാനായി പറ്റില്ല. ഞാൻ അത്രത്തെ കണ്ട് ആത്മബന്ധം സച്ചിയുമായിട്ട് എനിക്ക് അങ്ങനെ ഇല്ല. ആത്മബന്ധമോ വലിയ കാലത്ത് അടുപ്പമോ എനിക്കില്ല. പക്ഷേ ആ ബന്ധം ഉണ്ടായി വരുന്നത് വെച്ചാൽ രണ്ട് എഴുത്തുകാർ തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ കുറച്ച് കാലത്തിനുള്ളിൽ ആ ബന്ധം ഉണ്ടായി വന്നു എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാകുന്നൊരു വേദന. ഇപ്പം എൻ്റെ അമ്മിണിപ്പിള്ള വെട്ടുകേസ് എന്ന് പറഞ്ഞൊരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്ന സമയത്ത് ആ കഥ എനിക്ക് തരുമോ എന്ന് ചോദിച്ച ഒരാളാണ് സച്ചി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ അടിത്തറ, വായനയിലുള്ള അടിത്തറയൊക്കെ വളരെ ഉറച്ചതായിരുന്നു. വലിയ വായനക്കാരനുമായ ഒരാൾ ഒരു മാസികയിൽ ആ കഥ അച്ചടിച്ച് വരുമ്പോഴത്തേക്ക് എന്നെ ചോദിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ ഇതിൻ്റെ തന്നെ എൻ്റെ സഹ തിരക്കഥാകൃത്തായ രാജേഷ് പിന്നാടന് ഞാൻ കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അപ്പം അദ്ദേഹം തന്നെ പിന്നീട് തെക്കൻ തല്ലുകേസ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നു. ഇത് എഴുതി ഞാൻ അതിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് ഞാൻ രാജേഷിനും പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തായ CV സാരഥിക്കും കൂടെ ഞാൻ കൊടുത്തപ്പോൾ അവരാണ് അത് പിന്നെ ഞാൻ പോലും അറിയാതെ സച്ചിയിലേക്ക് കൊടുക്കുന്നത്. അപ്പം തന്നെ സച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ഇതെനിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും തരണം, നിങ്ങളൊരു ഉറപ്പ് തന്നാൽ ഞാനിത് പെട്ടെന്നൊരു പ്രോജക്റ്റ് ശ്രമിക്കാം എന്ന് പറഞ്ഞു. ശ്രമിക്കാമെന്ന് പറയുന്ന ആൾ ആ സമയത്ത് അയ്യപ്പനും കോശിയും ചെയ്ത് ഏറ്റവും മലയാള സിനിമയിലെ ഏറ്റവും കേപ്പബിളായ പ്രധാന സംവിധായകനായി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു, പിന്നെ ഞാനത് ആർക്കും കമ്മിറ്റ് ചെയ്തിട്ടില്ല സച്ചി, മാത്രമല്ല നിങ്ങൾ ഈ സമയത്ത് നിങ്ങളത് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമില്ലേ, നിങ്ങളത് എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ രാജുവിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ രാജു പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെന്താ ഞാൻ ഡെഫിനറ്റായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം ലോക്കെ എന്നെ തിരിച്ച് വിളിക്കുകയാണ്. ഇത് പ്രോജക്റ്റായി, ഇന്ന വേഷം ഇന്നാളായിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇന്നാളായിരിക്കും എൻ്റെ നിർമ്മാതാവായിട്ടൊരു നിങ്ങൾക്ക് വിഷമമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞു. ആ സെക്കൻഡിലത് പ്രോജക്റ്റായി മാറുക ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട്, മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് സച്ചി. അതിനുശേഷം സച്ചി രാത്രി വൈകി പിന്നെ സജീവമായി ഈ ക്രിയേറ്റീവ് ചിന്ത ഉണരുന്നൊരു മനുഷ്യനായിരുന്നു സച്ചി. പിന്നീട് ഇതിനെ സംബന്ധിച്ച് നിരന്തരമായ രാത്രികളിൽ ഞാൻ പത്രപ്രവർത്തകനായിരിക്കുന്നുണ്ട്, ഞാൻ വളരെ രാത്രി വൈകി 3 മണി വരെ എനിക്ക് ഉറക്കം വരാത്ത ഒരാളാണ്. പത്രത്തിൻ്റെ അവസാനത്തെ എഡിഷൻ പോയിട്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് സച്ചിക്കും സുദീർഘമായി സംസാരിക്കാൻ പറ്റും. കാര്യം വേറെ പിന്നെ അലമ്പുകളൊന്നും ഇല്ലാത്തൊരു ടൈമിംഗ് ആണല്ലോ ഇത്. അപ്പം രാത്രി വൈകിയിരിക്കുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും വായിച്ച വീക്കെൻഡ് പുസ്തകങ്ങളിലുള്ള തമാശകളെക്കുറിച്ചും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം സിനിമയേ ആയിരുന്നില്ല, സാഹിത്യവുമായി ബന്ധപ്പെട്ട രണ്ട് മനുഷ്യരുടെ മനുഷ്യപ്രകൃതി എങ്ങനെയൊക്കെ മാറി വരുന്നു എന്നുള്ള അതിൻ്റെ തമാശകളും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പിന്നെ സച്ചി. അപ്പോൾ അതുണ്ടാക്കിയൊരു നേരത്തെ പറഞ്ഞ കണക്ക് അതൊരു ആത്മബന്ധത്തിലേക്ക്, അത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ പിന്നെ അപ്പം നമുക്കിത് ഇതിനെക്കുറിച്ച് കുറേ കൂടെ ഒന്ന് സംസാരിക്കണം, ഇതിൻ്റെ റൈറ്റ്സിലേക്കൊക്കെ നമുക്ക് പോകണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അല്ല സച്ചി പറഞ്ഞാൽ മതി, ഞാൻ എറണാകുളത്തേക്ക് വന്നോളാം. ആ സമയം ഞാൻ ജോലിയും കൂലിയൊന്നും ഇല്ലായിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ സച്ചി പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ അതൊന്നും എന്നെ കാണണ്ട, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരും, നിങ്ങളൊരു റൈറ്ററാണ്, ഞാൻ എൻ്റെ റൈറ്ററെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരിക ചെയ്യുന്നത്. എനിക്കിഷ്ടപ്പെട്ട ഒരു മെറ്റീരിയലാണ്, അത് തന്നൊരാളിനെ
അങ്ങോട്ടൊന്ന് കാണുക എന്നുള്ളതാണ്. നമ്മൾ എന്നിട്ട് നമ്മൾ റൈറ്റർമാർക്ക് വേണ്ട നീതിയും വിലയും നമ്മളാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്. അത് ചില സമയങ്ങളിലെങ്കിലും ചില ഘട്ടങ്ങളിൽ അത് കിട്ടാത്തൊരു മനുഷ്യൻ്റെ ഇപ്പോൾ എനിക്കതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു 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 തൻ്റെ ഇടവും കൂടെ ഞാൻ ആ വാചകത്തിലേക്ക് കണ്ടത്. അതെനിക്ക് വലിയ ഇതായിട്ട് തോന്നിയൊരു സാധനമാണ്. ഒരു റൈറ്റർ വേറൊരു റൈറ്ററുടെ ഡിഗ്നിറ്റിയെ തിരിച്ചറിയുന്നു. അതൊരിക്കലും താഴോട്ട് പോകരുത്. നമ്മൾ ഈ റൈറ്റേഴ്സ് കൂടി ഉണ്ടാക്കുന്ന ഒരു ലോകമാണ് ഒരു 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 സിനിമയുടെ എന്നുള്ള. ബേസിക്കലി റൈറ്ററായ ഒരാൾ, തക്ക സാഹിത്യധാരയും ധാരണയുള്ളൊരു മനുഷ്യൻ, അതിൻ്റെ ഒരു പാരസ്പര്യം വലുതായിരുന്നു. പക്ഷെ സച്ചിക്ക് തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല. സച്ചി ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മറയൂരിലേക്ക് തൻ്റെ അസിസ്റ്റൻസിനെയൊക്കെ അയക്കുകയും പിൻകാലത്ത് ആ നോട്ട്ബുക്കിൽ അദ്ദേഹം കോറിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി അല്ലെങ്കിൽ ഞാനും രാജേഷും കൂടെ ബേസിക്കലി കൺസീവ് ചെയ്ത ഒരു മെറ്റീരിയലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ ഒരു നോട്ട്ബുക്കിൽ ഒരു വരിയൊക്കെ ഉള്ളൂ ഒരു നോട്ട്ബുക്കുകളിൽ പല ആ നോട്ട്ബുക്ക് പിന്നീട് ജയനൻ്റെ കയ്യിൽ തരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു വലിയ വൈകാരികത ഉണ്ടല്ലോ. നമ്മൾ ഇത് ചെയ്തതിനെ സംബന്ധിച്ച് അതിന് സഞ്ചരിക്കാനായി മറ്റൊരു വിപുലമായ കാഴ്ച ഉണ്ടാക്കാനായി സച്ചിയുടെ സ്റ്റാർട്ട് ചെയ്തൊരു മനുഷ്യൻ, ഏതാണ്ട് സമപ്രായക്കാരായ 2 പേര്, ഞങ്ങൾ കണ്ട കുട്ടിക്കാലം, ബാല്യം, കേരളം, അതെല്ലാം ഒരേ കാലഘട്ടത്തിലാണ്. അതെല്ലാം വന്ന ആൾ ഒരു പെട്ടെന്ന് അങ്ങ് എനിക്ക് എൻ്റെ അടുത്ത് മനോരമയിൽ നിന്ന് അവിടുത്തെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ, മുതിർന്ന സഹപ്രവർത്തകൻ വിളിച്ചിട്ട് ആശുപത്രിയിലുള്ള അവസ്ഥകളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയുന്നു. ഇത് ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് നമ്മുടെ പ്രായഗതിയിലുള്ള ഒരാൾ, അയാളുടെ ക്രിയേറ്റീവ് ആയ ഏറ്റവും വലിയ ഹൈറ്റ്സിൽ അയാൾ കയറിയിരിക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുന്നത് ഒലച്ച ഒരാളിൽ പെട്ട ഒരാളാണ് ഞാൻ. മറ്റൊന്ന് വിലായത് ബുദ്ധ എനിക്ക് തോന്നുന്നു 3 യൂണിവേഴ്സിറ്റികളിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ഉണ്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു പഠന വിഷയമാക്കുന്നതിലൂടെ, ഇപ്പോൾ വിലായത് ബുദ്ധ എന്ന് പറയുന്ന ഒരു നോവൽ അല്ലെങ്കിൽ ഒരു സൃഷ്ടി കുട്ടികൾ പഠിക്കുന്നതിലൂടെ എന്ത് മാറ്റമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാഹിത്യ ലോകത്ത് നിന്ന് മാറി ഒരു പാഠ്യ വിഷയമാക്കുമ്പോൾ എന്ത് മാറ്റമായിരിക്കാം പ്രതീക്ഷിക്കുന്നത്? എനിക്കിതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ റീഡേഴ്സ് സീരിയലൈസ് ചെയ്ത് വായിച്ച ഒരു മെറ്റീരിയലാണ്. അത് പിന്നീട് പുസ്തകമായിട്ട് നമ്മളുടെ ഈ 4 യൂണിവേഴ്സിറ്റികളിലും 3 യൂണിവേഴ്സിറ്റികളിലും ഉള്ള കുട്ടികളും ഇത് പഠിച്ചു. അതിൽ ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പാഠ്യപദ്ധതി അനുസരിച്ച് പഠിക്കുന്നു. അത് പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ദൃശ്യമായൊരു കാഴ്ചയായിട്ടിത് വരുന്നു. അപ്പം നമ്മളുടെ ഒരു കൾച്ചറൽ അല്ലെ പല ഘട്ടങ്ങളിലായിട്ട് ഇത് കൈമാറിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ചെറുപ്പക്കാർക്കും ഒക്കെ ആയിട്ടും ഇതിലെന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇവർ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ വായനയിൽ എന്തെങ്കിലും ഒരു ഹൈ കിട്ടുക, അല്ലെങ്കിൽ ഒരു വായനയിലേക്ക് അവരെ കടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അത്ര ഒരു മോശപ്പെട്ട കാര്യമില്ല. കാര്യം വെച്ചാൽ അവരൊരു റൈറ്റിംഗ് അല്ലെങ്കിൽ അതൊരു കാഴ്ചയാവുന്നു, റൈറ്റിംഗ് ഒരു കാഴ്ചയാവുന്നൊക്കെ ഉള്ളതിൽ അപ്പോൾ ഞാൻ വായിച്ചൊരു സംഗതി കാഴ്ചയാവുന്നു എന്നുള്ളതിലൊക്കെ ഒരു പോസിറ്റീവ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ കണക്കുള്ള ഇപ്പം ഡ്രഗ്സ് പോലെ നെഗറ്റീവായുള്ള ഹൈയിലേക്ക് പോകാതെ പോസിറ്റീവായിട്ടുള്ള ഹൈയിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹൈയിലേക്ക് അവർ പോകുന്നു എന്നൊക്കെ ഉള്ള ഇതിൽ ചില ആൾക്കാർക്കെങ്കിലും അത് മെച്ചമാകാനായി നമ്മളതിനൊരു കാരണമായി നിന്നു എന്നുള്ളതിൽ ചിലപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാം. അല്ല, ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആൾക്കാർ ഈ വായനയിൽ നിന്നൊക്കെ അകന്നു പോകുന്നു എന്നൊക്കെ ഉള്ളൊരു തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരാറുണ്ട്. അതുപോലെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒക്കെ എഴുത്തിലും വരണം എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകണം, കഥാപാത്രങ്ങളിൽ ഉണ്ടാകണം എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇപ്പം ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് സ്വന്തം കുഞ്ഞിന് ആഹാരം ചെയ്യാൻ പോകുന്നത് ഒരു റൊട്ടിയുടെ പ്രദർശനം നടക്കുന്ന പലതരം റൊട്ടികളുടെ പ്രദർശനം നടത്തുന്ന ഒരു റൊട്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരാളിന്
നമുക്ക് നേരത്തെ വിചാരണ ചെയ്ത് അങ്ങനെ സാഹിത്യത്തിൽ നമ്മൾ വലിയ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ അയാളുടെ വിചാരണ ചെയ്ത് ഇത് കൊടുക്കുന്ന അതും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നീതിശാസ്ത്രത്തിൽ പെട്ടതാണ്. ഭക്ഷണം പാടില്ല എന്ന് പറയുന്നതിൽ പെട്ട, പക്ഷേ നമുക്ക് അതിൻ്റെ അത്ര വൈകാരികത വ്യത്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന റീസൺസിൻ്റെ മെയിൻ ഫിലോസഫി അത് തന്നെ. ഇയാൾ എന്തിന് ഈ ചന്ദനമരം വെട്ടിക്കൊണ്ട് പോകണം? അതിന് തക്കതായ റീസൺ നമുക്കുണ്ട്. അയാളത് ചെയ്യുന്നത് നീതിപരമായി തെറ്റാണെന്നുണ്ടെങ്കിലും അയാളുടെ റീസൺ എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ഗുണപരമായ വലിയൊരു പദ്ധതിക്ക് വേണ്ടിയാണ് അയാൾ കൊണ്ടുപോകുന്നതെന്ന് അയാൾക്ക് ഒരു വ്യാഖ്യാനമുണ്ട്. അത് നമുക്ക് ശരിയെന്നോ തെറ്റെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ നമ്മളതിൻ്റെ അകത്ത് ഇതാണോ ശരി അതാണോ ശരി എന്ന് വായനക്കാരൻ അല്ലെങ്കിൽ പ്രേക്ഷകൻ വിചാരിക്കുന്ന സ്ഥലത്തിലാണ് നമ്മളുടെ നീതിബോധം എന്ന് പറയുന്ന ഒരു തുലാസിലേക്കാവുന്നത്. അവിടെയാണ് ആർട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്രൈം മറ്റ് സാധനങ്ങളൊക്കെ വരുന്ന ഇതാണ്. അല്ലാതെ ഇയാൾ പൊളിറ്റിക്കൽ കറക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റഡ് ആവുന്നത്? നമ്മൾ ജീവിതത്തിൽ എല്ലാ സമയങ്ങളിലും എല്ലാ മനുഷ്യരോടും ഏറ്റവും നീതിയുക്തമായിട്ടാണോ നമ്മൾ പെരുമാറിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ സാധ്യമല്ല. അത് സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നീതിയുടെയും അനീതിയുടെയും തുലാസുകളും അത് സമൂഹം ഇതിലെങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകാനായി സർക്കാരുകൾ ഉണ്ടാക്കി വയ്ക്കുന്ന രീതികളാണ്. ഇവിടുത്തെ നീതിയല്ല വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നീതി. ഒരു സ്ഥലത്ത് ഒരു സാധനം നിരോധിക്കപ്പെട്ടത് വേറെ സ്ഥലത്ത് നിരോധിക്കപ്പെട്ടിട്ടില്ല. അത് ഓരോ ഭൂപ്രദേശം അനുസരിച്ച് മാറും. അപ്പം നീതി എന്ന് പറയുന്നത് കൃത്യമായ ഒന്നല്ല. അത് മനുഷ്യന് അപ്പോൾ തോന്നുന്ന അവൻ്റെ നീതിയാണ്. അതിലൂടെയാണ് ഈ കഥയും നോവലും നമ്മളുടെ ഫിലോസഫിയും അല്ലെങ്കിൽ ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അവനവന് തോന്നുക. പക്ഷേ പൊതുവേ റൈറ്റർക്ക് നമുക്ക് തോന്നണം ഇത് നമ്മൾ സമൂഹത്തിനെ വീണ്ടും വാരിക്കുഴികളിലേക്ക് പിന്നെയും നെഗറ്റിവിറ്റികളിലേക്ക്, സ്പർദ്ധകളിലേക്ക്, സ്നേഹരാഹിത്യത്തിലേക്ക് വലിച്ചിടുന്നൊരു സാധനം ആവരുതെന്നുള്ളൊരു ബോധ്യം റൈറ്റർക്ക് ഉണ്ടാവണം. അല്ലാതെ എല്ലാം അതിനുവേണ്ടി പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്നുള്ളതല്ല. അതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ കറക്റ്റഡ് അല്ലാത്ത ക്യാരക്ടേഴ്സ് വരും. ആ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള തുലനത്തിലൂടെയാണ് നമ്മൾ ഏതാണ് നീതി എന്നുള്ളതിലേക്ക് എത്തിക്കേണ്ടത്. അത് വായനക്കാരൻ അല്ലെങ്കിൽ പ്രേക്ഷകൻ സ്വയം വന്നെത്തേണ്ടതാണ്, അല്ലാതെ പറഞ്ഞു പഠിപ്പിക്കുക എന്നുള്ളതല്ല. മറ്റൊന്ന്, ഈ പത്രപ്രവർത്തനത്തിൽ നിന്ന് അതിൽ നിന്നെല്ലാം മാറിയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരുന്നത്. ഇന്ന് എഴുത്തിൻ്റെ മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു പ്രഭ ചൊരിയുന്ന ആളായിട്ട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചത് നന്നായി എന്ന് എപ്പോഴെങ്കിലും കരുതുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വിഷമമുണ്ടോ? ഒരിക്കലും പത്രപ്രവർത്തനം ഉപേക്ഷിച്ചത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം വെച്ചാൽ നമ്മൾ ബേസിക്കലി നമ്മളൊരു പത്രപ്രവർത്തകനാണ്. അയാൾ മരിക്കുന്നിടം വരെ ഒരു പത്രപ്രവർത്തനം അയാളുടെ കോറിലുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും പത്രപ്രവർത്തനം അല്ലാതായി മാറുന്നില്ല. നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങി എന്നതിനെ കരുതി. കാരണം അതൊരു വിശകലനവും നമ്മൾ ഇന്നത്തെ ഹിസ്റ്ററിയിൽ നമ്മൾ ഇടപെടാനുള്ളൊരു സ്പേസിങ്ങുമാണ്. അപ്പോൾ വളരെ ഓർഗനൈസ്ഡായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് എത്തി. എനിക്ക് അതുപോലെ തന്നെ ഒരു നിവൃത്തി കേടുണ്ടായില്ല എന്നുള്ള വേറൊരു മീഡിയം തന്നു എന്നൊക്കെ ശരിയാണെങ്കിലും പത്രപ്രവർത്തനത്തിൻ്റെതായ ഒരു വലിയ കരുതൽ ലോകം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഇന്നത്തെ ഹിസ്റ്ററിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസിങ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു നഷ്ടബോധം. ഞാൻ വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു ന്യൂസ് റൂമിലിരിക്കുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു റെവർബറേഷൻ വേറെ ഒന്നായിരുന്നു. പക്ഷേ നമുക്കതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സമയത്ത് നമ്മളത് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു ഡേ ടു ഡേ ജേർണലിസത്തിൽ നിന്ന്, ഡെയിലി ജേർണലിസത്തിൽ നിന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോഴും മുന്നോട്ട് പോകുന്ന നമ്മളുടെ നേരത്തെ പറഞ്ഞ കണക്കുള്ള തുലനം, ഈ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള തുലനങ്ങൾ, സമൂഹം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ധാരണകൾ, ഇതെല്ലാം ഈ ജേർണലിസത്തിൽ ഉറച്ചതാണ്. ജേർണലിസത്തിൽ ഉറച്ച മാനവികതയിൽ നിന്ന് ഉരുവായി വരുന്നതാണ്. അതാണ് നമ്മുടെ ഒരു ഒരകല്ല് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഞാനൊരിക്കലും തള്ളി പറയത്തില്ല. ഓക്കെ. മറ്റൊന്ന്, എനിക്ക് ഈ വായിച്ച ഒരുപാട് എഴുത്തുകളിൽ നിന്ന് വായിച്ചതിൽ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് തോന്നിയത് സ്കാവഞ്ചറാണ്. അപ്പോൾ വിലായത് ബുദ്ധ വന്നു, 4-5 ചെറുപ്പക്കാർ വന്നു, അമ്മിണിപ്പള്ളി വെട്ടുകേസ് വന്നു, കാപ്പ വന്നു.
ഈ സ്കാവഞ്ചർ എപ്പോഴെങ്കിലും ഒരു സിനിമയായി മാറാൻ? സ്കാവഞ്ചർ തീർച്ചയായിട്ടും സിനിമയാകാൻ, അതൊരു സൂവിൻ്റെ പരിസരത്ത് നടക്കുന്നൊരു ഭയങ്കരമായൊരു ക്രൈം സ്റ്റോറിയാണല്ലോ അത്. ആ, മ്യൂസിയം പോലീസ് സ്റ്റേഷനും അതിനോടനുബന്ധിച്ചിരിക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം സൂവായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു വലിയ വലിയ വ്യത്യസ്തമായൊരു ഭൂമികയിൽ പറയുന്നൊരു ഭയങ്കരമായ ക്രൈം. ഞാൻ എഴുതിയതിൽ വളരെ നല്ല ഓർഗനൈസ്ഡ് ക്രൈം സ്റ്റോറി ആയിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ പുറകെയുള്ള പരിശ്രമങ്ങൾ പലരും നടത്തുന്നുണ്ട്. അപ്പോൾ അത് സ്ക്രീനിൽ കാണാൻ കഴിയും. സ്ക്രീനിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ പിന്നെ നമ്മളൊരു സംഗതി സ്ക്രീനിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഈ വിലായത് ബുദ്ധ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, 4 വർഷത്തെ ജയൻ്റെ അർപ്പണവും അതിൻ്റെ ഒപ്പം നടൻ പിന്നെ ഉണ്ടാകുന്ന പിന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വരുന്നു. അത്രയും കാലം ഇതിൻ്റെ ഫിനാൻസ് കീപ്പ് ചെയ്ത് നിർത്താനായിട്ടുള്ള നിർമ്മാതാവിൻ്റെ പരിശ്രമങ്ങൾ, ഇത്രയും മനുഷ്യരെ വീണ്ടും സമാഹരിച്ച് പല സമയങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക, അതിൻ്റെ ഉടലിനൊന്നും സംഭവിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്ന ഭയങ്കരമായ നമ്മളുടെ കാഴ്ചയിൽ നമ്മൾ പെട്ടെന്ന് കാണുന്നതല്ല. ഇതിപ്പോൾ ഈ സിനിമയെ ബന്ധിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ രംഗങ്ങളിലും അതുണ്ട്. സിനിമ അത്രയും കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്നൊരു ആർട്ട് പ്രോഡക്റ്റാണ്. ഞാൻ ഒറ്റയ്ക്ക് നൊന്തുണ്ടാക്കുന്ന ഒരു പുസ്തകം പോലെ അല്ല ഇത്. അപ്പം ആ നിലയ്ക്ക് അത് നമുക്ക് നാളെയാവുമോ മറ്റന്നാളാവുമോ എങ്ങനെയെന്നുള്ളതൊന്നും പറയത്തില്ല. അതിലേക്ക് അതിൻ്റെ ജീവവായു, അതിൻ്റെ കമേഴ്സ്യൽ സൈഡ് ഏറ്റെടുക്കാനായ ഒരു വലിയ നടൻ വരണം, അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു കാഴ്ചകളിലേക്ക് വരണം. ഇതിനൊക്കെ പിന്നാലെ സഞ്ചരിക്കാനായി ചില സംവിധായകൻ, നിർമ്മാതാവ് ഇവരൊക്കെ വരുന്നു. ഇതിൻ്റെ യാത്ര ഒരു ഘട്ടത്തിലെത്തുമ്പോഴത്തേക്കാണ് ഇതിന് സിനിമയിലേക്ക് എത്തുന്നു എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ പല പുസ്തകങ്ങൾ അങ്ങനെ പല വഴികളിൽ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ശുഭകരമായ കാര്യമാണ്. തീർച്ചയായും. ഏതായാലും വിലായത് ബുദ്ധ വായിച്ചവർക്ക് എല്ലാവർക്കും ഈ ഭാസ്കരൻ മാസ്റ്ററും അതുപോലെ ഡബിൾ മോഹനും ചെമ്പകവും ചൈതന്യവും എല്ലാം മനസ്സിൽ നിൽക്കുന്നുണ്ട്. സിനിമയും വലിയൊരു വിജയമായി തീരട്ടെ. ഇനി വരാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്കാവഞ്ചർ ഉൾപ്പെടെയുള്ള ആർക്കും അത്ര പരിചിതമല്ലാത്ത സ്കാവഞ്ചർ പോലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ക്രൈം നോവലുകൾ, പ്രത്യേകിച്ച് എനിക്കൊക്കെ ക്രൈം വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ക്രൈം നോവൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ക്രൈം സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളും എല്ലാം ഇനിയും വരട്ടെ. എല്ലാ മേഖലയിലും പുതിയ എഴുത്തുകൾ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്, പുതിയ എഴുത്തുകൾ ഏതെങ്കിലും? പുതിയ എഴുത്തുകൾ ഉണ്ട്. പുതിയ എഴുത്തുകൾ, പുതിയ സിനിമ, പുതിയ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ശ്രമം ഇതാവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. വിലായത് ബുദ്ധ 21-ാം തീയതി വരുന്നു. അതിൻ്റെ ഒരു ഫലം എങ്ങനെ ആൾക്കാർ റിസീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ പിന്നാലെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റെഴുത്തുകളിലേക്ക് കടക്കണം. അങ്ങനെയുള്ള എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും. അതിൽ തന്നെ എല്ലാവിധത്തിലുള്ള ആശംസ. വളരെ സന്തോഷം. താങ്ക് യു.